അല്ല ചില്ലറ പൊടിയുടെ ഷേട്ട ചില്ല മുഴുവൻ പിടിക്കല്ലേ പടിയാണു. ഇവിടെ താഴെ ഞാൻ അല്ലുവിനോടും ഇങ്ങനെ ആരെങ്കിലും ഇതിന്റെ കളർ ഏതാണ്ട് മൂത്ത് വരുമ്പോ ഇങ്ങനെ തന്നെയല്ലേ ഷേട്ട മഴക്കാല. ഇതാണ് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വായോട്ടാ. ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മൾ അവിടുത്തെ പറമ്പിലേക്ക് പോവാട്ടാ. അപ്പോൾ അതായത് അവിടെ ചേനപ്പൂവ് ഒരെണ്ണല്ല 2 നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അരിഞ്ഞെടുക്കാം നമുക്കിത് രാവിലത്തെ കഞ്ഞിക്ക്. അപ്പോൾ അങ്ങോട്ട് പോവാം. വായോട്ടാ. ഇതാണ് കേട്ടോ ചേനപ്പൂവ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ഇതേപോലെ ചേനപ്പൂവ് കൊണ്ടൊക്കെ ഇങ്ങനെ തോര വെക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ 2 ചേനപ്പൂവാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് കേട്ടാ. ഒരെണ്ണം അപ്പുറത്തുണ്ട്, അതുകൊണ്ട് മുറിച്ചെടുക്കാം നമുക്ക്. ഇത് ഇതിനേക്കാളും കുറച്ചുകൂടി വലുപ്പമൊക്കെ ഉണ്ട്. ഇതിങ്ങനെ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി വെക്കാനും പറ്റില്ല. വിരിയണേക്കാളും മുന്നേ നമ്മളിത് മുറിച്ചെടുക്കണം. പിന്നെ വിരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു പൊട്ട മണമാണ് കേട്ടാ. പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. നമുക്കിപ്പോ ഇത് പോയിട്ട് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ പോവാൻ കിട്ടുന്നൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു സമയത്ത് മാത്രം ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ മുളച്ചു വരുന്നതാണ് ഈ ചേനപ്പൂ. അപ്പൊ ഇനി നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് ഈ ചേനപ്പൂവ് ഞാനുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലേക്ക് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ പതുക്കെ ഒന്ന് റൗണ്ടിലൊന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ. ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇല നോക്കി ഞാനിതൊന്ന് നിവർത്തി കാണിച്ചു തരാട്ടെ. ഇതിൻ്റെ ഉള്ളിലത്തൊരു ഭംഗിയാണ്ട, ഒരു പ്രത്യേക ഭംഗിയാണ്ട. നമുക്ക് തോന്നിയത് ഇങ്ങനെ ഇത്രയും ഭംഗിയിൽ ഇങ്ങനെ വരണേന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നോക്കി ഇതായാലും കണ്ട പ്രത്യേക ഭംഗിയാണ്. ഇതൊക്കെ നമുക്ക് കഴിക്കാൻ അതിൽ അതേപോലെ ടേസ്റ്റും കൂടിയുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പം ഞാനിതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം നല്ല കനം കുറവിൽ തന്നെ ഇങ്ങനെ അരിഞ്ഞെടുത്തോളൂ കേട്ടോ. ഞാനപ്പോൾ മുന്നേ പറഞ്ഞപ്പോൾ ഉള്ളത് തന്നെ, നമുക്കിപ്പോൾ ഇത് ഒരു ദിവസം പോയി മേടിച്ച് കൊണ്ടുവന്ന് കഴിക്കണം എന്ന് വിചാരിച്ചാൽ അത് കിട്ടില്ല. ബാക്കി എന്ത് സാധനം നമുക്ക് കടയിൽ പോയി എങ്ങനെയെങ്കിലും കിട്ടാതിരിക്കില്ല. പക്ഷെ ഇത് അങ്ങനെ ഈ ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ ചേനയുണ്ടല്ലോ അതിൻ്റെ പോലെയായിട്ട് ഇതിൻ്റെ ഉൾവശം. പക്ഷെ പെട്ടെന്ന് വേവ് എന്നുള്ള ഒരു പ്രത്യേകത മാത്രമല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചേനപ്പൂവ് എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു കൊല്ലോ 2 കൊല്ലൊക്കെ ചേന പറിക്കാതെ ഇടുമല്ലോ, അപ്പോഴാണ് ഈ ചേനപ്പൂവ് നമുക്ക് ഉണ്ടായി കിട്ടാട്ടാ. തീയൊക്കെ കത്തിച്ച് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചതാ. ചീനിച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടാ. അപ്പൊ ഒരു 3 ടീസ്പൂണിന്റെ അടുത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയും ഒന്ന് ചൂടാവട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ചൂടായപ്പോ നോക്കി ഞാൻ അതിലേക്ക് ഇതാ ഒരു 2 ടീസ്പൂണ് വെളുത്തുള്ളി ഇട്ടാ ചെറുതാക്കി നുറുക്കിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒക്കെ ഇട്ടത് നല്ലൊരു മണം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ വെളുത്തുള്ളിയുടെ കളർ അങ്ങനെ മാറൊന്നും വേണ്ട. ഈ സമയത്ത് നോക്കി ഞാൻ ഒരു എന്താ പറയുക, ചെറിയ ഉള്ളിയായിരുന്നു. അപ്പൊ ഒരു 12 എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെറുതാക്കി കനം കുറച്ച് നുറുക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടാ. ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റി വന്നപ്പോൾ നോക്കി നമ്മൾ അതിലേക്ക് കുറച്ച് വേപ്പിലയായിട്ട് ഇട്ട് കൊടുക്കണത്. തീ കുറവിലേക്ക് വെച്ചിട്ട് നമ്മളിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതായത് പെരിഞ്ജീരകം മറ്റേ ഗരം മസാല എല്ലാം കൂടി പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പൊടികളിലേക്ക് പച്ചക്കുത്ത് പോണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. പൊടികളൊക്കെ ഇട്ട് പച്ചക്കുത്ത് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞ വെച്ച് നമ്മുടെ ചേനപ്പൂ ഉണ്ടല്ലോ അതൊക്കെ ഇടും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട്, ഉപ്പൊക്കെ ഇതിരി കുറവിലിട്ടോളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഉപ്പൊക്കെ നമ്മൾ കുറവിലിടാൻ പറയണത് എന്തുകൊണ്ടാണെങ്കിൽ ഇത് വെന്ത് വരുമ്പോൾ നന്നായിട്ട് കുറയും കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടോളൂ. ഇനിയിപ്പോൾ ഇത് ഇളക്കി കൊടുത്ത് നമ്മളിത് മൂടിക്കുന്നുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ആവി വന്ന് കഴിയുമ്പോൾ നമുക്കിത് ഒന്നും കൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല, ഇതിൻ്റെ ആവിയമേ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കണത് കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഇതാ ഒന്നുകൂടി ഇളക്കി കൊടുത്തത് മൂടി വയ്ക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ വേവണ ഒരു കറിയാണിത്. ഇനിയിപ്പോൾ ഇതാ ഒന്നുകൂടി തുറന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ചേനപ്പൂവ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് നമ്മുടെ കറി നമ്മളിത് ഓഫ് ചെയ്യാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ സമയത്ത് ഒന്ന് ഇങ്ങനത്തെ ചേനപ്പൂ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയോളൂ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടുക്കളയിലത്തെ പണി കഴിഞ്ഞു. ഞാനുണ്ടല്ലോ 2 തരം ചെടിയാണ് ഈ പ്രാവശ്യം നമ്മൾ വെട്ടി വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അതിലൊരു ചെടി ഇതാണ്, അതായത് സെൻസേവിയറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണിത്. അപ്പൊ ഈ ചെടി എന്നെ കുറിച്ച് പറയുകയാണെങ്കിലേ, ഞാന് മണ്ണുത്തിലേക്ക് പോയപ്പോ ഒരു നഴ്സറിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ഭയങ്കര ഭംഗി തോന്നി. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ വണ്ടി നിർത്തി വില ചോദിച്ചപ്പോ അതെ ഇത്ര വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ ആ ചെടിക്ക്. 2000 രൂപയാട്ടോ പറഞ്ഞത്. അപ്പൊ 2000 രൂപ എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഇത്രയും വിലയുടെ ചെടി അങ്ങനെ മേടിക്കാൻ തോന്നിയില്ല. എന്നിട്ട് അങ്ങനെ റേറ്റ് കുറവിന്റെ ചെറുതുണ്ടോന്ന് ചോദിച്ചിട്ട് അങ്ങനെ 100 രൂപയുടെ 4 എണ്ണം, ആ 4 പേരാണ് ഇതിന്റെ ഈ 4 സൈഡിലായിട്ട് വെച്ചത്. ഞാൻ അന്ന് 100 രൂപയുടെ ചെടി മേടിച്ചിട്ട് അതിൽ നിന്ന് ഇന്ന് ഞാൻ വേറൊരു 25 എണ്ണം ഞാൻ ആ 100 രൂപയുടെ ചെടി വലുതായി വരുമ്പോ വെട്ടി 25 എണ്ണം ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ നമ്മുടെ ഒരു ഏരിയ ഫുള്ള് ഇതിങ്ങനെ അടുപ്പിച്ചിരിക്കുമ്പോഴാണ് ഈ ചെടിക്ക് ഏറ്റവും ഭംഗിട്ടാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ ആ വിചാരിച്ച ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ മതിൽ പോലെ വെക്കേണ്ട രീതിയിൽ ഇപ്പോഴും എണ്ണ ആയിട്ടില്ല. അപ്പൊ ഇത് വെട്ടാറായിട്ടുണ്ട്. അപ്പൊ ഇത് വെട്ടുമ്പോ എങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാതാ ഒരു കൊമ്പ് ഇങ്ങനെ വെട്ടി കഴിഞ്ഞാൽ നോക്കിയേ, ഇത് പൊടുന്ന് വെട്ടിയപ്പോ 3 പൊടിപ്പ് വന്നു. അപ്പൊ അങ്ങനെ വെട്ടി ഇത് അത്രയും ഉണ്ടച്ചെടുക്കാൻ പറ്റണു, അത്രയും ഭംഗി കൂടട്ടെ നമ്മുടെ ഈ ചെടിക്ക്. അപ്പൊ ഇന്ന് എന്താ നന്നായിട്ട് താത്തി തന്നെ ഞാൻ വെട്ടും. അപ്പൊ എനിക്കിത് 2 തണ്ടായിട്ട് വെക്കാനും കിട്ടും. ഇപ്പൊ ഞാൻ ഇതിന്നതാ 3 കൊമ്പാണ് വെട്ടിയെടുത്തത് കേട്ടാ. ഇനി ഇതൊരു ഓരോന്നിനും 3 പൊടിപ്പ് വരെ വീതം വരും. അപ്പൊ അങ്ങനെ നമ്മളിത് ഉണ്ടച്ചെടുക്കണതിനനുസരിച്ച് എനിക്കും ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ കയ്യിൽ 2000 രൂപയുടെ ചെടി ഉണ്ടെന്ന്. അപ്പൊ ഇനി ഇതൊന്നും കൂടി ഉണ്ടാക്കുമ്പോ അതിനനുസരിച്ച് റേറ്റ് കൂടും ചെടിക്ക്. ഇതിനിപ്പോ ഞാൻ 2 എണ്ണം വെട്ടണുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ബാക്കിയല്ലേ നമുക്ക് വെട്ടിയെടുക്കട്ടെ കേട്ടാ. അപ്പൊ ഇതാ നമ്മുടെ ഇവിടുത്തെ ചെടികൾ വെട്ടിയിട്ടാ. അല്ലോ മോൾക്ക് വിശക്കണുണ്ടാ? വാ തരാം, മീമി തരാം കേട്ടാ. അല്ലുന് മീമി തരാം, എനിക്ക് ഓർമ്മയുണ്ട് കേട്ടാ, ഞാൻ എടുത്തിട്ട് വരാം. വായോ അല്ലു, വായോ മീമി തരാം. അല്ലുവണി എന്റെ പൊന്നുന് മീമി. നമ്മുടെ അല്ലുനെ ഒരു മീൻ തിന്നണ സമയമുണ്ട്, ആ സമയം അവൾക്ക് വൈകിരിക്കാണ്. കഴിച്ചോ എന്റെ മോള് കഴിച്ചോ. ഞാൻ പറയാണ്ട് അവള് തിന്നില്ലല്ലോ. അല്ലു തിന്നേ, മോള് തിന്നടാ, തിന്നോ തിന്നടി മണിയെ. എത്ര വട്ടം ഞാൻ അങ്ങോട്ട് പറയിപ്പിക്കുന്ന എനിക്ക് അറിയില്ല. അവൾ ഇങ്ങനെ ഇരിക്കും. അല്ല തിന്നോ, അല്ലോ തിന്നെ മീമി തിന്നെ, മീമി തിന്നോ കേട്ടാ, തിന്നെ മീമി. ചോദിച്ചല്ല വന്നല്ലോ. മീനൊന്ന് കടിച്ച് കിട്ടിയാൽ മതി കേട്ടാ, പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പോവാം. പിന്നെ അവള് മുഴുവൻ കഴിച്ചോളും. അപ്പൊ അല്ലൂടി ഒന്ന് മീമി തിന്നെ, ഞാൻ എന്റെ ചെടികൾ വയ്ക്കട്ടെ കേട്ടാ. എന്റെ പൂവരിക്കോ, നീ തിന്നോളൂ, ഞാൻ പോട്ടെ. നമുക്കിത് വെക്കാം. അപ്പൊ ഞാനൊരു തരം ചെടി കൂടി വെട്ടണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും വെട്ടണില്ലേ, കാരണം എന്താ പറയുക, ഇതെന്നെ ഇപ്പൊ അത്യാവശ്യം ഉണ്ടെന്ന് വെക്കാനായിട്ട്.
എന്തേ ഫുഡ് കിട്ടിയപ്പോ വയറ് നിറഞ്ഞല്ലേ? ഈ ചെടിയില്ലേ ശരിക്കും നമ്മുടെ ഒരു പൂന്തോട്ടത്തിലേക്ക് ഇങ്ങനത്തെ ഒരാള് മതിട്ടാ. അതായത് ഞാൻ ഇപ്പൊ വെട്ടിയില്ലോ, അങ്ങനെ വെട്ടി കൂടുതൽ ബുഷായി വരുമ്പോഴാണ് ഇതിന്റെ അത്രയും ഭംഗി വരാട്ടാ. അപ്പൊ നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു നമുക്കൊരു സൈഡ് ഫുള്ളായിട്ട് ഇത് വെച്ചു കൊടുക്കണമെന്ന്. നമ്മുടെ ഈ ഒരു സൈഡ് ഇപ്പൊ ബോഗൻവില്ല മഴ പെയ്തപ്പോ പൂ കൊഴിഞ്ഞു തുടങ്ങി. അപ്പൊ നോക്കിയേ, അപ്പൊ ഇത് ഗ്യാപ്പുകളിലൊക്കെ നമുക്കിങ്ങനെ എന്താ പറയാ ഫുള്ളാക്കിയിട്ട് പോകണമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ കൂടുതൽ വെട്ടി വെക്കുന്നത് കേട്ടാ. നല്ല ഭംഗിയാ. വെയില് വേണം കേട്ടോ അതിന്. വെയിലുണ്ടെങ്കിലാണ് ഇത്രയും ഭംഗി കിട്ടുള്ളൂ. ഇതേപോലെ അപ്പൊ ഇവിടെ കുറച്ച് ഇങ്ങനെ മണ്ണ് കിടക്കുന്നുണ്ട്. ഈ മണ്ണിലുണ്ടല്ലോ മണ്ണും അതേപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോറ് മാത്രമല്ലോ കേട്ടാ. അപ്പൊ ഞാൻ ഫസ്റ്റില് ചെടി വെച്ച് കൊടുക്കുമ്പോ വേറെ ഒന്നും ചെയ്യില്ല. ഇത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചട്ടികളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുള്ളൂ. അപ്പൊ ഇപ്പൊ ഇതൊക്കെ ഇത്രയും വലിപ്പമുള്ള ഒരു ചട്ടികളിലായിട്ടാണ് വെച്ച് കൊടുക്കുക നമ്മള്. അപ്പൊ ഞാൻ എപ്പോഴും ചട്ടി ഇങ്ങനെ വെക്കുന്നൊക്കെ കാണിക്കാറുണ്ട്. അപ്പൊ ഞാന് ഇതാ മണ്ണ് നന്നായിട്ട് ഇങ്ങനെ എന്താ ഇപ്പൊ ഈ ചട്ടിയിലത്തെ മണ്ണ് എന്ന് പറഞ്ഞാൽ മുന്നേ ഇതേപോലത്തെ ആക്കിയിരിക്കുന്നതാണ്. അപ്പൊ ഈ വലിപ്പമുള്ളതൊക്കെ ആകുമ്പോ ഇതേപോലെ തന്നെ നേരിട്ട് കുത്തി കൊടുക്കും. ഇലയൊന്നും കൊഴിയില്ല കേട്ടാ. ഇല കൊഴിയാണെങ്കിൽ തന്നെ 1-2 ഇല ഫുള്ള് പിടിച്ച് നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ ഇതേപോലെ ഇനി എല്ലാം അത് വെച്ച് കൊടുക്കട്ടെ. അപ്പൊ നമുക്ക് ചെടികളൊക്കെ വെക്കാനുള്ള ചട്ടികളാട്ടത്. വേര് പിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വേറെ ചട്ടിയിലേക്ക് ആക്കുമ്പോ പിന്നീട് ഇത്തിരി കൂടി വലിയ ചട്ടിയില് വളം കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുള്ളൂ. ഞാനുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് കണ്ടിട്ടേ എന്നോട് ഇവിടെ വരുന്ന പലരും പറയും കേട്ടോ, സ്മിത തനിക്ക് എന്തായാലും ഒരു നേഴ്സറി തുടങ്ങി കഴിഞ്ഞാൽ വിജയിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ യൂട്യൂബിലേക്ക് വന്നതുപോലെ തന്നെ ഒരു പക്ഷേ ഞാൻ ചിലപ്പോൾ അങ്ങനെ ഒരു നേഴ്സറി തുടങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്നിട്ടാ നമ്മുടെ കോമ്പൗണ്ടിലത്തെ പുതിയൊരാളാട്ടാ. ഇങ്ങോർക്ക് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഓടി വരും തിന്നാൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇങ്ങോരൊരാള് അല്ലു ഇവർക്കൊക്കെ ഫുഡ് കൊടുത്താലേ നമുക്ക് എന്താ പറയുക മുറ്റത്തുനിന്ന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ജോലികൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. സിംബയുടെ കരച്ചിൽ കേൾക്കാൻ ചിലപ്പോൾ. ഇവിടെ താഴെ ഞാൻ അല്ലുവിനോടും ഇങ്ങനെ ആരെങ്കിലോടും മിണ്ടണ സൗണ്ട് ആയിട്ട് അവളവിടെ മുകളിൽ നിന്ന് കരഞ്ഞു തുടങ്ങും. ആ വരുന്നു സിംബ. ഇനി ഞാൻ എൻ്റെ ജോലിക്ക് പോട്ടെ. അത് കിട്ടിയ ആള് പോക്ക് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇത് കിട്ടാൻ വേണ്ടി മാത്രം വരിക. നമുക്ക് ആ ചെടി വെട്ടി മുഴുവനാക്കാം. ഇനി ഈ മുളേനൊന്ന് വെട്ടി ഒതുക്കണം. എന്താ പറയുക, ഇവർ പിന്നെ നമ്മൾ നടുന്നില്ല, വെട്ട വേണ്ടോ. അപ്പം ഞാൻ ഇതും കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടാ.
ഇതേ ഒത്തിരി വലിയ തൂപ്പായിട്ട് വളർന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സമയമാകുമ്പോൾ ഈ മഴക്കാലത്ത് ടൈമിൽ ഞാൻ മാക്സിമം കുറ്റിയാക്കി വെട്ടി നിർത്തും. പിന്നെ അത് പൊടിച്ച് വരുമ്പോൾ നല്ല ഉണ്ടച്ച് വരും കേട്ടോ. അപ്പോൾ ഈ ഭാഗമൊക്കെ കളയാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയേ കിളിക്കൂട്. അപ്പം ഞാനിത് വെട്ടാനായിട്ട് വൈകാൻ കാരണം ഉണ്ടായിരുന്നു, ഇതിൽ കിളികൾ ഇങ്ങനെ വന്നിരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവറ്റങ്ങൾ മുട്ടയിട്ട് വിരിഞ്ഞ് പോയതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് കളയുന്നത് കേട്ടോ. അത് കാരണം നേരം വൈകിയത് ഇത്രയും വലിയ തൂപ്പാവാൻ കാരണം. അതേപോലെ തന്നെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലും കിളിക്കൂടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടിലും ഇല്ല. അപ്പോഴാണ് നമ്മളിത് വെട്ടാൻ തന്നെ വിചാരിച്ചത്. ഇപ്പം നോക്കിക്കേ, വലിയ കാട് എനിക്ക് കൈ എത്തിയിരുന്നില്ല. ഞാൻ സ്റ്റൂളുമേ കയറി നിന്നിട്ടാണ് ഇതിനെ വെട്ടി ഒതുക്കി ഇതേപോലെ ചെറുതാക്കി ഒതുക്കി കൊടുന്നേട്ടാ. ഇനി ഇത് പൊടിച്ച് വരുമ്പോൾ നല്ല ഭയങ്കര ഉണ്ടാക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഇത്രയും വലുതാക്കാനുള്ള കാരണം ഉണ്ടായിരുന്നത് നമ്മുടെ ചെടിയുടെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ കിളിക്കൂട് ഉണ്ടായിരുന്ന കാരണമാണ് ഇത്രയും വലുതാക്കിയത്. ഞാൻ അധികം വലുതാക്കി അങ്ങനെ വിടാറില്ല. പക്ഷെ നമ്മളിത് തൂപ്പ് വരുമ്പോഴേക്കും അവർ വന്ന് വീണ്ടും കൂടുണ്ടാക്കും. നമുക്ക് എപ്പോഴും ഒരു ഒതുക്കത്തിൽ വെട്ടി നിർത്താൻ പറ്റാറില്ല കേട്ടോ. പക്ഷെ വെട്ടി ഒതുക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് ചെറുതാക്കി വെട്ടി ഒതുക്കും. പൊടിച്ച് വരുമ്പോൾ അതിനുള്ള ഭംഗിയുണ്ടാവും. ഇനിയിപ്പോൾ എപ്പുറത്ത് തയ്യൽ നോക്കിയാൽ അറിയാം നമുക്ക്. കണ്ട ഇതേപോലെ കാട് പിടിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കണേ. ഇനി അത് വെട്ടിയ പോലെ തന്നെ ഇതിന് അതൊക്കെ ഒരു ഭാഗത്ത് വെട്ടി ഒതുക്കണം. പിന്നെ വിചാരിച്ച പോലെ വലിയ എളുപ്പമുള്ള പണിയല്ല കേട്ടത്. നല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ വെട്ടുമ്പോൾ. കാരണം പ്രത്യേകിച്ച് മുളയാണല്ലോ. അപ്പോൾ ഇതുകൊണ്ട് വെട്ടി ഒതുക്കട്ടെ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി കേട്ടാ, ഇത് നമുക്കറിയാം ഇത് മുളയുടെ ഇടയിലാണ് നല്ല എന്താ പറയുക കുറ്റി പോലെയൊക്കെ നിൽക്കുക. അപ്പോൾ നോക്കിയേ ഇതേപോലെ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്താ പറയുക ആസ്വദിച്ച് വെട്ടണുണ്ടല്ലോ. എന്നിട്ട് ഞാൻ വെട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരും കൂടി പോയി വെട്ടൊന്നും ചെയ്യായിരിക്കും കേട്ടോ. ഇത് അത്യാവശ്യം ഒരു പ്രാക്ടീസ് തന്നെ വേണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊന്ന് പണിയുമ്പോൾ. അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഉള്ളിക്കൂടേക്ക് ഞാനിങ്ങനെ കൈയിട്ട് വലിച്ച കാരണമാണ് എനിക്ക് ഈ കോറിൽ വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം കേട്ടോ. ഇനി നമുക്ക് അവിടുത്തെ പറമ്പിലേക്ക് തന്നെ പോകണം. നമുക്ക് കുറച്ച് മാങ്ങ പഴുക്കാറായ മാങ്ങയുണ്ട്, അത് ഉണ്ട്. പൊട്ടിക്കാൻ കിട്ടുമെന്ന് അറിയില്ല, ഒത്തിരി മുകളിലാണ് നിൽക്കണേ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഒരു ഒത്തിരി മാങ്ങ കൂടി പൊട്ടിക്കണം നമുക്ക്. അപ്പോൾ അങ്ങോട്ട് പോകണ്ട. മാങ്ങ നിൽക്കണതേ ഒത്തിരി മുകളിലാണ്, താഴത്ത് നിന്നിട്ട് നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഷായിട്ട് മാവുമ്മ കയറായിട്ടാ എന്നിട്ടാണ് പൊട്ടിക്കാൻ പോണേ. പറ്റണില്ലേ ഷായിട്ടാ? വഴുക്ക മഴ പെയ്തിട്ട് വഴുക്കില് മാമ പിടിക്കുമ്പോ ഞാനും കൂടി നിക്കണ. അങ്ങനെ കേറി കെട്ടിട്ട് നമുക്ക് ചേട്ടാ ഇത് തെറ്റി വഴുക്കലിക്കോട്ടാ. ചാരിക്കണാ ഇവിടെയാ. എത്താൻ ബുദ്ധിമുട്ടല്ല അപ്പോഴും. അയ്യോ ആ കൊമ്പ് ചാച്ചി പിടിക്കാൻ വേണ്ടി സുഖമായിരുന്നു. ഞാൻ കൊട്ടെടുക്കട്ടെ. ഒരു 4-5 ആകുമ്പോ അപ്പനെ ഇറക്കി നോക്കട്ടെ ഷൈട്ട. വെയിറ്റ് നോക്കണ്ട. അപ്പൊ ചിലപ്പോ തോട്ടി താങ്ങില്ലേ നമുക്ക് കയ്യിലേ. അത്ര ഇപ്പൊ ഞാൻ കൊട്ടെടുക്കട്ടെ. നമ്മുടെ ഈ ഒരു മാവിന്റെ ഈ ഒരു ചില്ലേമ്മയുടെ ഏറ്റവും കൂടുതൽ മാങ്ങുള്ളത്. ബാക്കി എല്ലാം താഴത്തുള്ള കാര്യം നമ്മൾ പൊട്ടിച്ചെടുത്തു. ഇത് ഉയരത്തിലായ കാരണം അങ്ങനെ നിർത്തിയൊക്കെയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നല്ല ടേസ്റ്റുമാണ് ഈ മാങ്ങ. അതാണ് ഇത്രയും സാഹസികം ചെയ്തിട്ടായിരുന്നു നമ്മൾ ഈ മാങ്ങ പൊട്ടിച്ചെടുക്കാന്ന് വിചാരിച്ചത് കേട്ടോ. ഷായിട്ടൻ ആ മാവുമ്പോ ഇങ്ങനെ നിക്കണാണ് ഇപ്പൊ പേടി തോന്നുക. കണ്ടോ ഇങ്ങനെയാണ് നിക്കണതേ. നല്ല വലിപ്പള്ള മാങ്ങിയത്.
വട്ടമാങ്ങയാണോ ചോദിച്ചാൽ വട്ടമാങ്ങ അല്ല, പക്ഷെ അതല്ലേ എനിക്കറിയില്ല. ആ വട്ടമാങ്ങ അല്ല എന്നാണ് ഷേട്ടൻ പറയണത്. അല്ല വട്ടമാങ്ങ അല്ല, വട്ടമാങ്ങ വേറൊരു ടൈപ്പാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ സെന്ററൊക്കെ ഇങ്ങനെ പഴുത്ത് വരുമ്പോ ഇങ്ങനെ പ്ലീ ആവില്ലേ, പക്ഷെ ഇത് അങ്ങനെയല്ല. അയ്യോ താഴെ വീണല്ലോ പറഞ്ഞോ, ഭയങ്കര ടേസ്റ്റ് ആട്ടാ. നമ്മളിത് കഴിയുമ്പോ ലാസ്റ്റ് ചെത്തി കാട്ടി തരാം. ഈ താഴത്ത് വീണത് ചിലപ്പോ പഴുത്തതാവും, അല്ല പച്ചയാ. അപ്പൊ ഞങ്ങള് മാങ്ങ പൊട്ടിക്കല് നിർത്തി, കാരണേ അത് എത്താണ്ടായി, തോട്ടി എത്തണില്ല. ഇനി വലിയ റിസ്ക് എടുക്കണില്ല, വേണ്ടല്ലോ ഷേട്ടാ. കണ്ടോ എത്തില്ല. കൊറേ നിക്കണ്ട്, പക്ഷെ ആ ഒരു കൊമ്പ് ഒരാള് ചാച്ചിന് പിടിക്കാണ്ടെങ്കിൽ വീട്ടിൽ തരാണോ ആ വൈശ്വരം ഞാൻ പറയണേ. ആണോ ഷേട്ടാ? അങ്ങനെയല്ല ഉദ്ദേശിച്ച. ഞാനേ ഒരാളിങ്ങനെ ചാച്ചി പിടിക്കാണ്ടെങ്കിൽ പിന്നെയും അല്ല വഴുക്കലുണ്ട് ഞാൻ. അല്ല ചില്ലറ പൊടിയുടെ ഷേട്ട ചില്ല മുഴുവൻ പിടിക്കല്ലേ പേടിയാവണു. ചില്ല ചെറിയ ചില്ലിയണേ ഈശ്വരാ. അങ്ങനെ ശരിക്കും ഷായിട്ട് ഭയങ്കര സാഹസികമായിട്ടാണ് കേട്ടോ അതിനിറങ്ങാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ വഴിക്ക് പോണേ. എന്തായാലും മാങ്ങ കുറച്ച് പൊട്ടിച്ചു വന്നാലും. ഇനി നമുക്ക് താഴ്ത്തുണ്ട് അവിടെ. ഇനി നമുക്ക് നമ്മുടെ മൂവാണ്ടം പൊട്ടിക്കാം. ഇനി നമ്മുടെ മൂവാണ്ടം പൊട്ടിക്കാട്ടാ. അതുമെന്നാണ് ഞാൻ മൂവാണ്ടം മാങ്ങയായിട്ട് അച്ചാറട ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ മൂവാണ്ടം മാവിട്ടാ, മൂവാണ്ടം മാവ് നന്നായി മാങ്ങിണ്ട്. പക്ഷെ ആയിട്ട് പൊട്ടിക്കാനായിട്ട് നിക്കണുണ്ട്. നന്നായിട്ട് ഉള്ളൊരു മാങ്ങയാട്ടാ. ഈ മാവുമെന്നാണ് നമ്മളൊരു വട്ടം മാങ്ങ വിൽക്കാൻ കൊടുത്തില്ലേ, ആ കൊടുത്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോ ഈ മാവുമ്മ മാങ്ങ നിക്കണേ പൊട്ടിച്ചു കഴിഞ്ഞിട്ട്. കണ്ടെങ്കിൽ താഴേക്ക് ഇതേ നിറച്ച് മാങ്ങിണ്ട്. നമ്മുടെ ക്യാമറയിൽ അങ്ങടേ നമ്മുടെ ഈ മഴക്കാറൊക്കെ നിക്കണ കാരണമാവോ ഭയങ്കര ഒരു ഇരുളിച്ചല കാണണേ. അയ്യോ ഞാൻ കൊട്ട അവിടെ വെച്ച് പോന്നു. വേണ്ട ചേട്ടാ, നമുക്ക് അച്ചാറിടാ കുറച്ച് മാങ്ങ മതി എനിക്ക്. വേണ്ട മറ്റേത് മതി, മറ്റേത് പഴുത്തോളൂ. ഇതൊരു 5-6 മതി. ഇപ്പൊ 3 പൊട്ടിച്ചു ചേട്ടേ? ഇത് ഒരെണ്ണം കൂടി മതി. 5-6 മാങ്ങ മതി ചേട്ടാ അച്ചാറിടാനല്ലേ. കാരണം നമുക്ക് എപ്പോഴും ആവശ്യമില്ല. നമ്മുടെ മാവുമെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആവശ്യത്തിന് മാങ്ങ കിട്ടും. അത് കാരണം ഞാൻ കൂടുതൽ അച്ചാറിട്ട് അങ്ങനെ വെക്കില്ല. കൊഴപ്പില്ല മതി. അപ്പൊ അച്ചാറിനുള്ള മാങ്ങയായി. വേണ്ട. ഇങ്ങനെ ചുരുക്കി വെക്കാൻ പറ്റേ ഈ തോട്ടി. ഈ തോട്ടി നമ്മൾ അഗ്രോ ബസാറിൽ തന്നെയല്ലേ മേടിച്ചേ? നമ്മൾ അഗ്രോ ബസാറിൽ ഉണ്ടിട്ടാ. നമ്മള് ഒരു കടകാട്ടിയില്ലേ അവിടെ ഉണ്ട്. ഞാനേ നമ്മുടെ ഒരു മാങ്ങ ചതഞ്ഞതുണ്ടായിരുന്നു താഴെ വീണിട്ട്. ഒരു മാങ്ങ കണ്ട പൊട്ടിയതുണ്ട്. അത് നമുക്ക് ചെത്തി കാട്ടി തരാട്ടാ. ഇത് എന്തിട്ട് മാങ്ങയാന്ന് ഞങ്ങക്ക് ഓർമ്മയില്ല. വട്ടമാങ്ങ ഇല്ലാന്ന് എനിക്കറിയാം. വട്ടമാങ്ങ നല്ല റൗണ്ട് ആയിട്ടല്ലേ ഇരിക്കുക.
കിളിച്ചുണ്ടനല്ല അങ്ങനെ നല്ല ഭയങ്കര രസമായിട്ടുള്ള മാങ്ങ. എനിക്ക് ഇതിന്റെ തൊലി അടക്കം തിന്നാൻ ഇഷ്ടാട്ടാ. തൊലിക്കൊക്കെ നല്ല കനാ. ഇത് ചെനച്ചിട്ടില്ല തോന്നുന്നുണ്ട്. ചെറുതായിട്ടൊരു കളർ വരുന്നുള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് ഈ മാങ്ങ. ആരിക്കെങ്കിലും അറിയുന്ന വെച്ചാ പറഞ്ഞോളൂട്ടാ. അങ്ങനെ പറയാൻ അറിയില്ല, പറ്റില്ല അല്ലേ? കണ്ട നല്ല വെളുപ്പൊക്കെ ഉണ്ട്. കണ്ട നല്ല വെളുപ്പുണ്ട്. നമ്മുടെ കയ്യിലേക്ക് വെക്കുമ്പോ വേണ്ട. ഇതിപ്പോ ഇതിന്റെ കളർ ഏതാണ്ട് മൂത്ത് വരുമ്പോ ഇങ്ങനെ തന്നെയല്ല ചേട്ടാ. മഴക്കാലം ആയതുകൊണ്ടല്ല കേട്ടാ. നല്ല പച്ചക്കും തിന്നാൻ നമുക്ക് തൊലി അടക്കം കടിച്ചു തിന്നുമ്പോഴാണ് പച്ചക്ക് തിന്നാൻ ടേസ്റ്റ് കേട്ടാ. അങ്ങനെയുണ്ട്. ഭയങ്കര രസാ. വേറൊന്നും അറിയില്ല. പിന്നെ നമ്മളോട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. എല്ലാവരും അല്ല, നമുക്ക് മിക്കപ്പോഴും കമന്റ് വരാറുണ്ട് കേട്ടാ, ആരാണ് വീഡിയോ പിടിച്ചു തരുന്നതെന്ന്. നമുക്ക് വീഡിയോ പിടിച്ചു തരുന്നത് എനിക്ക് ഷായേട്ടന് ഒഴിവുണ്ടെങ്കിൽ ഷായേട്ടൻ എനിക്ക് വീഡിയോ പിടിച്ചു തരും. പാചകങ്ങളൊക്കെ മിക്കപ്പോഴും ഷായേട്ടൻ എനിക്ക് പിടിച്ചു തരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരും ഞങ്ങൾക്ക് വീഡിയോ പിടിച്ചു തരും. അതല്ലെങ്കിൽ സ്റ്റാൻഡ് വെച്ച് പിടിക്കും. ഇന്നിപ്പോ വന്നത് നമ്മൾ മാങ്ങ പൊട്ടിയതൊക്കെ സ്റ്റാൻഡ് വെച്ചിട്ടാണ് നമ്മൾ പിടിച്ചു പോകണേ. അപ്പൊ ഇനി നമുക്ക് വീട്ടിൽ പോലോ ചേട്ടാ. പിന്നെ വീട്ടിൽ പോവാ. നമുക്ക് അച്ചാറൊക്കെ ഇടണം ഒന്ന് ചെന്നിട്ട്. ഇനി അപ്പൊ നമ്മളുണ്ടല്ലോ ഇന്ന് എണ്ണമാങ്ങ അച്ചാറാണ് ഇടുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അച്ചാറിലൊക്കെ ഉണ്ടല്ലോ, അതായത് കൂടുതൽ കാലം കേടാവാതിരിക്കുന്ന അച്ചാറില് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഈ എണ്ണമാങ്ങ അച്ചാർ എന്നാണ് എനിക്ക് തോന്നണേ കേട്ടാ. കാരണം അധികം കൂട്ടുകളൊന്നുമില്ല. ആകപ്പാടെ കായപ്പൊടി, ഉലുവപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ മാത്രം മതി. ബാക്കിയുള്ള അച്ചാറുകളാകുമ്പോൾ നമ്മൾ പല കൂട്ടുകളിൽ ചേർക്കുമല്ലോ, അതായത് ഉള്ളി, വെളുത്തുള്ളി, വേപ്പില, ഇഞ്ചി, അങ്ങനെ. ഇതിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ വളരെ കാലം കേടാവാതിരിക്കുന്നതും അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ മാങ്ങ അരിയണയിലും പ്രത്യേകതയുണ്ട്. അപ്പൊ ഈ മാങ്ങ നമ്മൾ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുള്ള മാങ്ങയാണ്. തൊലി കളയില്ല. പിന്നെ തൊലി കക്കാത്ത മാങ്ങ ഉണ്ടല്ലോ, അങ്ങനത്തെ മാങ്ങയാണ് ഇങ്ങനെ അച്ചാറിടാൻ വേണ്ടി ഉപയോഗിക്കാം കേട്ടാ. അപ്പൊ ഞാനിതാ എങ്ങനെയാണ് ഇത് കഷ്ണങ്ങളാക്കണേ നമുക്കിത് ആദ്യം നോക്കാം. അപ്പൊ നോക്കിയേ, നമ്മളിങ്ങനെ നീളത്തില് ഇങ്ങനെ പൂള. അപ്പൊ ഈ മാങ്ങയുണ്ട് നമ്മള് അധികം പുളിയില്ലാത്ത മാങ്ങ. ഇപ്പൊ ഈ ഒരു മഴക്കാലം ഈ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ അധികം പുളി ഉണ്ടാവില്ലേ മാങ്ങയ്ക്ക്. അപ്പൊ അങ്ങനെയുള്ള മാങ്ങ എന്താ പറയാ മേടിച്ചിട്ടായാലും ഇപ്പൊ ഈ അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടാ. അപ്പൊ നോക്കിയേ, ഒരു പൂള്. ഇപ്പൊ നമ്മുടെ വീട്ടിലത്തെ മാങ്ങ കാരണം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 5 എണ്ണാണ്. എന്തായാലും ഇതിപ്പോ എന്തോരം ഉണ്ടാവും, 5 എണ്ണം. അധികം വലുപ്പം ഒന്നുമില്ലാത്ത ഒരു മീഡിയം വലുപ്പമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ. അപ്പൊ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇതാ ഇത്രയും നീളത്തിലുള്ള ഓരോ കഷ്ണങ്ങളാണ് നമ്മൾ ആക്കിയിടാ. ഇതേപോലെ തൊലി അടക്കം കേട്ടാ. ഇതേപോലെ തന്നെ എല്ലാം വാങ്ങി നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടാ. നമ്മുടെ മാങ്ങ നുറുക്കല് കഴിഞ്ഞു. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് ഒരു ചീനച്ചട്ടി ഇത് അടപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഈ ചീനച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടാ. ചീനച്ചട്ടി ചൂടായി. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ കേട്ടാ. അപ്പൊ അതായത് നമുക്ക് മാങ്ങ ഉണ്ടല്ലോ അത് വറുത്തെടുക്കണം. അപ്പൊ പക്ഷെ നമ്മൾ കുറെ എന്താ പറയാ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട. കാരണം കുറെ എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എണ്ണ മുഴുവൻ നമുക്ക് അച്ചാറിലേക്ക് ആവശ്യമില്ല. അപ്പൊ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതേപോലെ കുറേശ്ശിട്ടിട്ട് നമുക്ക് മാങ്ങ വറുത്തെടുക്കാം കേട്ടാ. അപ്പൊ നമ്മുടെ ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ നല്ല ചൂടുണ്ടാവണം മാങ്ങ വറുത്തെടുക്കുമ്പോ. അപ്പൊ ഞാനൊരു ചെറിയൊരു കഷ്ണം മാങ്ങ ആദ്യം ഇട്ട് നോക്കട്ടെ കേട്ടാ, നല്ല ചൂടായിട്ടുണ്ടോന്ന്. അപ്പൊ ഇതാ ചൂടായിട്ടുണ്ട്. കാരണം മാങ്ങ ഇട്ട വയ്ക്കേണ്ട അതൊന്ന് പൊന്തിക്കുന്നു. അപ്പൊ ഞാനിതാ കുറച്ച് ഇട്ടിട്ട് നമുക്ക് ആദ്യം വറുത്തെടുക്കാം കേട്ടാ. കൂടുതലിട്ട് വറക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ മാങ്ങ ഇങ്ങനെ ഉറഞ്ഞു പോകും. അപ്പൊ എണ്ണയിൽ ഇങ്ങനെ മുങ്ങിതെടുക്കണം. ആ രീതിയിൽ പതുക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടാ. നല്ല തീ ചൂടിൽ തന്നെയാണ് നമ്മള് മാങ്ങ വറുത്തെടുക്കണേ. മാങ്ങ നമ്മൾ ഇളക്കുമ്പോഴേ മാങ്ങയ്ക്ക് ഉടച്ചിൽ വരരുതിട്ട്. ആ രീതിയിൽ വേണം, പതുക്കെ വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ. കുറച്ച് നേരം ഇളക്കാണ്ടിടാം, പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചും വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് കേട്ടാ. ഇപ്പൊ നോക്കി നമ്മുടെ മാങ്ങയുടെ കളർ നോക്കി, ഈ ഒരു കളർ വന്നിട്ടുണ്ട്.
കുറച്ചും കൂടി ഒന്ന് ആവണം കേട്ടാ. ഇപ്പൊ ഇതാ നോക്കിയേ, ഒരു ചെറിയൊരു സൗണ്ട് ഒക്കെ ആയി തുടങ്ങിയണ്ട. നമ്മുടെ കായൊക്കെ വറക്കുമ്പോ അത് അത്രയ്ക്ക് സൗണ്ട് ഒന്നും കിട്ടില്ല കേട്ടാ. ഒരു ചെറുതായിട്ടൊരു എന്താ പറയാ, ഒന്ന് ആയി വരുന്നതിന്റെ ഒരു മുറിച്ചിൽ പോലെ ഒരു ചെറിയ ഇതൊക്കെ ആയിട്ട് ആയി വന്നിട്ടുണ്ട്. അത് നമുക്കറിയാം ഇങ്ങനെ ആക്കുമ്പോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടതിലേക്ക് ഇടുമ്പോ കണ്ട സൗണ്ട്. അപ്പതാ ഇങ്ങനെ ഇടുന്നതൊക്കെ അല്ല ഈ ഒരു സൗണ്ട് കേട്ടാ. ഇതേപോലെ നമുക്കിതാ അടുത്തത് വറുത്തെടുക്കണം. തീ കൂട്ടി വെച്ചു. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കുക. അത് കുറച്ച് മാങ്ങ ഇങ്ങനെ വെന്ത പോലെ വരും. ആ സമയത്തൊക്കെ ഇളക്കുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ ഉടഞ്ഞു പോവും. പതുക്കെ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇടയ്ക്ക് ചില സമയത്ത് ഒരു മഴയൊക്കെ ഒന്ന് തൂളി പോകുന്നുണ്ട് കേട്ടോ. അവര് നിലത്തേക്ക് നനയാനുള്ള അത്ര നനവ് വരാത്ത രീതിയിലുള്ള ഒരു മഴ പെയ്യലൊക്കെ ഉണ്ട് ഇടയ്ക്ക്. നമ്മൾ രണ്ടാമത് ഇട്ടത് മാങ്ങ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടാ. അപ്പൊ നമുക്ക് ഈ ഒരു 5 മാങ്ങ എടുത്തിട്ട് 2 ട്രിപ്പാണ് വറക്കാനുണ്ടായിട്ടുള്ളത്. ഇനി ഈ മാങ്ങ നന്നായിട്ട് എണ്ണയ്ക്ക് വാർന്നു പോകട്ടെ. നമ്മൾ ഈ തീ ചീനിച്ചട്ടി തന്നെയാണ് അടുത്തത് കാര്യങ്ങൾ ശരിയാക്കണേ. പക്ഷെ ഇതിൽ ഈ എണ്ണയുടെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഈ എണ്ണ വേറൊരു പാത്രത്തിലേക്ക് വെച്ച് ഞാൻ മാറ്റി ഈ ചീനിച്ചട്ടി തന്നെ എടുക്കട്ടെ കേട്ടാ. നമ്മൾ ചീനിച്ചട്ടി നോക്കിയാൽ എണ്ണ എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ എണ്ണ നമുക്ക് ഇതേപോലെ തന്നെ മാങ്ങച്ചാറ് നമ്മൾ എണ്ണയിലിടും. ആ രീതിയിൽ ഇടാട്ടോ. കാരണം എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ നമ്മൾ മാങ്ങച്ചാറ് ഇടാറുണ്ടല്ലോ. അപ്പൊ അതിലേക്കൊക്കെ ആയിട്ട് ഈ എണ്ണ ഉപയോഗിക്കാം. ഇതിന് നമുക്ക് തുണ്ട് വേണ്ടി വരും കേട്ടോ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മൾ ഈ ചീനിച്ചട്ടി അത്യാവശ്യം ഒരു ചൂടിലാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നേരെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ആദ്യത്തെ മുളക് പൊടി 1 2 3 4 5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടി ഇതാ മഞ്ഞൾപ്പൊടിക്ക് നല്ലതാട്ടോ. അച്ചാറിലേക്ക് ഉള്ളത് കേടാവാതിരിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇതാ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി. ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് ഉലുവപ്പൊടി കേട്ടോ. അപ്പോൾ ഉലുവപ്പൊടി എപ്പോഴും കൂടാതെ നോക്കിയോളൂ. പിന്നെ ഈ ഉലുവപ്പൊടി എന്ന് പറയുന്നത് നമ്മളിവിടെ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവപ്പൊടിയാണ്. അപ്പോൾ ഞാനിതാ ഒരു ടീസ്പൂൺ നോക്കുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്കുള്ള ഉലുവപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതേപോലെ തന്നെ കായപ്പൊടി എന്താ നമുക്കൊരു 1/2 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഈ കായപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കായപ്പൊടിയും ഉലുവപ്പൊടിയും എപ്പോഴും കൂടാണ്ട് നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ കലപ്പ് വരും. അപ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായി വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം. കലപ്പൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു തുണ്ട് കൂടി ഇട്ട് കൊടുക്കാം. കലപ്പ് പാടില്ല. പക്ഷേ ആ കായത്തിൻ്റെയും ഉലുവയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതുണ്ടാവും വേണം കേട്ടോ. ഇനി നമുക്കിതാ ഈ പൊടികളൊക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതാ തീ കത്തിക്കാം കേട്ടോ. എന്നിട്ട് ഈ പൊടികളുടെ ഒരു കുത്തുണ്ടല്ലോ അത് പോണ വരതാ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. തീ കുറവിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. പൊടികളൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ഈ പൊടിയുടെ ആ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും മുന്നിൽ നിൽക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഒരു ടീസ്പൂണും ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഈ പൊടിയിലൊക്കെ മാങ്ങ പിടിക്കേണ്ട രീതിയിൽ ആക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മളിത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
മാങ്ങയിട്ടിട്ട് തീ തീരെ കൂട്ടി വെക്കരുത്. മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ തീ കുറവിൽ തന്നെ ഇട്ടിട്ട് വേണം ഈ പൊടികളൊക്കെ ഈ മാങ്ങയുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞിരിക്കണം. കാരണം നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ നമുക്കറിയാം എന്താ ഈ മാങ്ങ പൊടികളൊക്കെ ഇതാ കണ്ട പിടിച്ച് വരുന്നത്. പൊടികളൊക്കെ നോക്കി മാങ്ങയിതാ നന്നായി പിടിച്ചിട്ടുണ്ട്. ഈ തീ കൂട്ടി വെക്കരുത് കേട്ടോ. തീ ഏറ്റവും കുറവിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്, അത് മറക്കരിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു ഇത്തിരിയോളം എണ്ണ നമ്മൾ മുന്നേ മാങ്ങ വറുത്തിട്ട് നീക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്നിതാ ഇത്തിരിയോളം എണ്ണ കേട്ടോ എടുത്തിട്ട് നമുക്കിതാ ഇതിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ വേണ്ടോ, കൂടുതലൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്തു. ഇത്രേ ഉള്ളൂ എണ്ണമാങ്ങ ഉണ്ടാക്കാനായിട്ട്. അതായത് ഒത്തിരി കാലം എന്താ പറയുക കേടാവാതിരിക്കും. എന്താ പറയുക ഒരു വർഷത്തോളമൊക്കെ നന്നായിട്ട് കേടാവാതെ തന്നെ ഇരിക്കും കേട്ടോ. ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു ഭരണിയിലോ അല്ലെങ്കിൽ ചില്ലുകുപ്പിയിൽ ഒന്ന് വെള്ളമില്ലാത്ത രീതിയിൽ നന്നായി തുടച്ചിട്ട് അങ്ങനെയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കണം. ഇപ്പം ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. കാരണം ഇതിലെല്ലാം ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുളകൊക്കെ ഒന്നുകൂടി കരിഞ്ഞു പോകും. എന്ത് രസമായിട്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ പൊടികളൊക്കെ ഇങ്ങനെ മാങ്ങ പിടിച്ചിട്ട് ഇതിൽ നമുക്ക് ശരിക്കും ഒരു കഷ്ണം മതിയിട്ട് ആ കഞ്ഞി കുടിക്കാനും അതേപോലെ ചോറ് വേണാനും ഒക്കെ ആയിട്ട് അത്രയും ടേസ്റ്റാണ്. പക്ഷെ ഇതൊരു എന്താ പറയുക ഒരു 3 ആഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതെടുത്ത് കഴിക്കാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരിക. ഭയങ്കര എളുപ്പമായിട്ട് നമ്മൾ ഈ അച്ചാറുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ഉണ്ടാക്കാത്തത് നമുക്കിവിടെ എപ്പോഴും മാങ്ങയുള്ള കാരണമാണ് ഇങ്ങനെ കൂടുതലൊന്നും അച്ചാറൊന്നും ഉണ്ടാക്കി വെക്കാത്തത്. അപ്പോൾ നമ്മൾ അച്ചാർ റെഡി. അപ്പോൾ ഞാൻ ഇന്ന് ഷായത്തിന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ അച്ചാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ വെറുതെ ഒന്ന് ഷായിട്ട് ടേസ്റ്റ് ചെയ്താൽ എനിക്ക് അതിൻ്റെ ഒരു തൃപ്തി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷായറ്റിനെ വിളിച്ചിട്ട് വെച്ചേട്ടാ. ഇതപ്പോ തന്നെ ഇട്ടാ അച്ചാറെടുക്കാൻ വേണ്ടി നമുക്ക് ഈ കറി ഉണ്ടല്ലോ ഏത് സമയത്തും കിട്ടുന്നതല്ല. എന്നുവെച്ചാൽ നമുക്ക് കിട്ടുന്ന സമയത്ത് ഉപയോഗിക്കുക. ഈ ചേനക്കൂമ്പൊക്കെ അങ്ങനെയാ പറ്റുള്ളൂ. അടിപൊളി സാധനം കേട്ടോ. അച്ചാറ് വേണം. ഇതാദ്യം തന്നെ ഒരെണ്ണ എടുത്ത് കഴിക്കാം. ഇതിലേ ഉപ്പും എല്ലാ കൂട്ടുകളൊക്കെ ശരിയാ, പക്ഷെ കുറച്ച് ദിവസം കഴിയണം ഇതിന്റെ രുചി വരണമെങ്കിൽ. അച്ചാറിനെ പറ്റി പറയണ്ട വല്ലതും? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ 3 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങാം. പിന്നെ ഞാൻ അച്ചാർ കഴിക്കാൻ വിളിച്ചപ്പോൾ ഷായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കഞ്ഞി കുടിക്കാന്ന്. അപ്പം പിന്നെ ഷായിട്ട് കഞ്ഞി കുടിക്കാൻ നമുക്ക് വെസ്റ്റ് കറി ഉണ്ടല്ലോ ഉണ്ടാവാ ചാനപ്പൂവൊക്കെ പിന്നെ നമുക്ക് ഒരു ദിവസം ഇന്ന് കഴിക്കണം എന്ന് തോന്നിയാലൊന്നും കിട്ടില്ല ചേട്ടാ. നമ്മൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ പറമ്പിൽ ചെല്ലുമ്പോഴും ചാനക്കൂമ്പ് പെട്ടെന്ന് ഉണ്ടായി നിൽക്കുക കാണുക. അപ്പോൾ പിന്നെ അങ്ങനെ കിട്ടുന്ന സമയങ്ങളിൽ നമ്മളത് തന്നെ ഒന്നും കളയില്ല. രാവിലെ കഞ്ഞിക്ക് നമ്മളെപ്പോഴും കൂടുതലും കഞ്ഞി ഉപയോഗിക്കുന്ന കാരണം അങ്ങനെ അത് അരിഞ്ഞു കൊണ്ടുവന്ന് അങ്ങനെ വെക്കുകയൊക്കെ ചെയ്യാട്ടാ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.